അസ്സലാമു അലൈക്കും. ഇതൊരു ഉപദേശമാണെന്ന് കരുതി സ്കിപ്പ് ചെയ്യല്ലേ. ഇത് വെറുമൊരു ഉപദേശമല്ല, അനുഭവമാണ്. വെറും 10 മിനിറ്റ്, നമ്മുടെ ദിവസത്തിലെ വെറും 10 മിനിറ്റ് കൊണ്ട് ഒരാളുടെ ബിസിനസ് തകർച്ചയിൽ നിന്ന് കരകയറുമോ? മാസങ്ങളായി കിട്ടാതിരുന്ന പണം അപ്രതീക്ഷിതമായി കൈകളിലെത്തുമോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാമല്ലേ? പക്ഷെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു സത്യമുണ്ട്. അതാണ് സൂറത്തുൽ വാഖിയയുടെ അത്ഭുത ശക്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാങ്ക് ബാലൻസ് 0 നിൽക്കുമ്പോൾ കടം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ നിമിഷം, അവിടെ നിന്നാണ് പലരുടെയും വാക്കിയ സ്റ്റോറികൾ തുടങ്ങുന്നത്. അത്തരത്തിൽ ജീവിതം മാറിയ ചിലരുടെ അനുഭവങ്ങളും ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടതെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യാൻ വേണ്ടി പോവാണ്. ഒപ്പം ഇതിൻ്റെ പിന്നിലെ ആ വലിയ രഹസ്യവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കാണുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങളുടെ ജീവിതം മാറി മറിയും. നിങ്ങൾ ഇത്ര ദിവസം ഈ സൂറത്തുൽ വാഖിയ ഞാൻ പറയുന്നതനുസരിച്ച് ഓതിയാൽ നിങ്ങൾക്ക് ഫലം കാണും. അപ്പോൾ ഒരാളുടെ അനുഭവം പറയാം. ഗൾഫിൽ വലിയൊരു ബിസിനസ് നടത്തിയിരുന്ന ഒരാൾ പെട്ടെന്നുണ്ടാ ഒരു പ്രതിസന്ധിയിൽ എല്ലാം നഷ്ടപ്പെട്ടു. നാട്ടിലേക്ക് തിരിച്ചു വരാൻ പോലും വഴിയില്ലാത്ത അവസ്ഥ. അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, ഇനി വഴിയില്ലെങ്കിൽ വാഖിയ ഓതി തുടങ്ങിക്കോ എന്ന്. ആദ്യം വിശ്വാസം വന്നില്ലെങ്കിലും അദ്ദേഹം അത് പതിവാക്കി. 3-ാം മാസം അപ്രതീക്ഷിതമായി ഒരു പഴയ പാർട്ട്ണർ വന്ന് പണം നിക്ഷേപിക്കുന്നു. ഇന്ന് അദ്ദേഹം വീണ്ടും വലിയൊരു നിലയിലാണ്. ഇത് വെറും ഭാഗ്യമല്ല, ഇതൊരു കൃത്യമായ പാറ്റേൺ ആണ്. ഇനി രണ്ടാമത്തെ ഒരു അനുഭവം പറയാം. സാധാരണക്കാരൻ്റെ കഥ. വീട്ടുവാടക കൊടുക്കാൻ പോലും കഷ്ടപ്പെട്ടിരുന്ന ഒരു കുടുംബം, അവർ രാത്രികളിൽ ഒരുമിച്ചിരുന്ന് വാഖിയ ഓതാൻ തുടങ്ങി. അവർക്ക് പണം ആകാശത്ത് നിന്ന് വീണില്ല, പകരം അവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെട്ടു. ജോലിയിൽ പ്രൊമോഷൻ ലഭിച്ചു. അവരുടെ കയ്യിൽ പണം തങ്ങി നിൽക്കാൻ തുടങ്ങി. മാഷാ അല്ലാ, മാഷാ അല്ലാ, എന്തൊരു അത്ഭുതമാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പ്രകാരം നിങ്ങൾ ഈ സൂറത്തുൽ വാഖിയ ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ദിവസം കൊണ്ട് അത്ഭുതം സംഭവിച്ചിരിക്കും. ഇത് ഞാൻ തരുന്ന ഉറപ്പ് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. എന്തുകൊണ്ട് വാഖിയ? പലരും ചോദിക്കാറുണ്ട്, വെറും ഒരു പ്രാർത്ഥന കൊണ്ട് എങ്ങനെയാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നത് എന്ന്. ഇതിന് നമുക്ക് റൂട്ട് ഓഫ് അബൻഡൻസ് എന്ന് വിളിക്കാം. നമ്മളൊരു കാര്യത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അത് കൃത്യനിഷ്ഠതയോടെ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറുന്നു. സൂറത്തുൽ വാഖിയയിൽ പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥതയെക്കുറിച്ചാണ്. അത് പാരായണം ചെയ്യുമ്പോൾ എൻ്റെ ദാരിദ്ര്യം നീക്കാൻ പ്രപഞ്ചനാഥന് സാധിക്കും എന്ന ഉറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടാകുന്നു. ഈ പോസിറ്റീവ് എനർജിയാണ് പുതിയ അവസരങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഒരു ശീലമാക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കണമെങ്കിൽ വെറുതെ ഒരു ദിവസം ഓതിയാൽ പോരാ, അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തത് സ്ഥിരത. ദിവസവും ഒരു 10 മിനിറ്റ് ഇതിനായി മാറ്റിവെക്കുക. മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമോ ഉറങ്ങുന്നതിന് മുമ്പോ ആകാം. രണ്ടാമത്തത് വിശ്വാസം. ഇത് ഓതിയാൽ എനിക്ക് ഫലം കിട്ടും എന്ന് 100% ഉറപ്പോടെ ഓതുക. അർത്ഥം ചിന്തിക്കുക. ഇതിലെ വരികൾ പറയുന്നത് പരലോകത്തെക്കുറിച്ചും അള്ളാന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും കൂടിയാണ്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഗുണം വർദ്ധിപ്പിക്കും. പിന്നെ ദാനം ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള ദാനധർമ്മങ്ങൾ കൂടി ശീലമാക്കുന്നത് ഐശ്വര്യം ഇരട്ടിയാക്കും. അപ്പോ സുഹൃത്തുക്കളെ, നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കുന്നതിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ദിവസവും അനാവശ്യമായ വീഡിയോകൾ കാണാൻ നമ്മൾ എത്രയോ സമയം കളയുന്നുണ്ട്. അതിൽ നിന്ന് ഒരു 10 മിനിറ്റ് മാത്രം ഇതിനായി മാറ്റിവെക്ക്. 41 ദിവസം ഇതൊന്ന് തുടർച്ചയായി ചെയ്തു നോക്ക്. മാറ്റം നിങ്ങൾ തന്നെ കാണും. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ വാഖിയ ഓതിയിട്ട് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ദയവായിട്ട് താഴെ കമൻറ്റിൽ ഒന്ന് ചെയ്യുക. കാരണം നിങ്ങളുടെ ആ ഒരു കമൻ്റ് ആയിരിക്കും മറ്റൊരു വ്യക്തിക്ക് ഇത് തുടങ്ങാനുള്ള പ്രചോദനം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും എനിക്കും വേണ്ടി ദുആ ചെയ്യുക. എൻ്റെ ദുആയിൽ നിങ്ങൾ തീർച്ചയായും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് ഖുർആനുമായി ബന്ധപ്പെട്ട് ഏത് സൂറത്താണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്.